അതെ, ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കൊക്കെ പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താൽ മതിയേ. ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞിടുക. പിന്നെ കുറച്ച് തേങ്ങ, ചെറിയൊരു കഷ്ണം പച്ചമുളക്, പിന്നെ മുളക് പൊടി, കുറച്ച് ജീരകം ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതിയേ. അതിൻ്റെ ചുവ ഇല്ലെങ്കിൽ ഇടണ്ട. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ച് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ഇടണം. എന്നിട്ട് നമുക്കിതിനെ കടുക് വറുത്തെടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളി ഇട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. തിളക്കണ്ട കേട്ടോ. പിന്നെ ഇനി കുറച്ച് മടിയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു തരാം. ഈ ചമ്മന്തി കുറച്ച് മിച്ചം ഇരിക്കുകയാണ്, ഉച്ചത്തേക്കൊക്കെ തികയും എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തൈരോ കുറച്ച് നമ്മുടെ പുളിയില്ലേ, പുളി പിഴിഞ്ഞൊഴിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉച്ചത്തേക്കൂടെ കറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണേ. പിന്നെ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട്, ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ലപോലെ കല്ല് ചൂടായിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് നല്ലതുപോലെ പരത്തിയെടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ലപോലെ മുറിച്ചെടുക്കണം. പിന്നെ നെയ്യില്ലാത്തവർ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇനി വെളിച്ചെണ്ണ ഇല്ലാത്തവർ നമ്മുടെ സാധാ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒഴിച്ചാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നെയ്യുടെ ഒരു മണമൊന്നും കിട്ടൂലെന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ ചേർത്തിരുന്നാലും ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതൊന്നും നെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഒഴിക്കാതിരിക്കേണ്ട. പിള്ളേർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ലോണം അങ്ങ് കഴിച്ചോളും. പിള്ളേർ കഴിക്കലാണല്ലോ നമ്മുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണേ.